ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചില പ്രാർത്ഥനകൾ സൂറത്തുൽ ബഖറയിൽ വന്നത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചില പ്രാർത്ഥനകൾ. ഞാനിത് നിങ്ങളോട് ചോദിക്കാൻ കാരണം, ഇത് ഖുർആൻ പഠിക്കുന്ന ആളുകളുടെ ഒരു സംഗമം എന്നുള്ള നിലക്കാട്ടോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകളായിട്ട് സൂറത്തുൽ ബഖറയിൽ വന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനത് തമറാത്തി മൻ ആമന. മക്കൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥനയാണത്. ആ നാടിന് വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ അർത്ഥം എങ്ങനെയാണ്? പടച്ചോനെ, ഈ നാടിനെ നീ എന്താക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്? നിർഭയത്വമുള്ള നാടാക്കണമേ എന്ന ഒന്ന്. ബലദൻ ആമിനൻ, അമ്നുള്ള നാടാക്കണം. ആ നാടിന് വേണ്ടി മറ്റെന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അതിനോട് ചേർത്തുകൊണ്ട് റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ എന്ന് പറഞ്ഞതിന് ശേഷം ആ പ്രദേശത്തിന് വേണ്ടി, ആ നാടിന് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. അതിനോട് ചേർത്തുകൊണ്ട് തന്നെ എന്താന്ന് പറയാൻ പറ്റുമോ? വർസുഖ് അഹ്ലഹു മിനത് തമറാത്തി. രണ്ടാമത് ചെയ്യേണ്ടത് ഇവിടെയുള്ള ആളുകൾക്ക് ഫലവർഗങ്ങളിൽ നിന്ന് റിസ്ക് നൽകണം എന്നതാണ്. ഇത് രണ്ടും ഒരു നാടിനെ അനുഗ്രഹീതമാക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. രണ്ടാമത്തേത്, ആ നാട്ടിൽ പേടിയില്ലാതെ ജീവിക്കാൻ കഴിയുക എന്നതാണ്. ഇതിന് ഏതിനാ പ്രഥമ സ്ഥാനം? ഉപജീവനത്തിനുള്ള വകയുണ്ടാവുക, വിഭവങ്ങൾ ഉണ്ടാവുക എന്നതാണോ? അതല്ല നിർഭയമായി കഴിയുക എന്നുള്ളതാണോ? നിർഭയത്വമാണ്. ഒരു നാട്ടിൽ എത്ര തന്നെ വിഭവങ്ങൾ ഉണ്ടായിരുന്നാലും ശരി, അത് സ്വസ്ഥമായി ഭയമില്ലാതെ അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്തില്ല, കാര്യമില്ല. എപ്പോഴും ഇവിടുന്ന് പുറത്താക്കപ്പെടാം, എപ്പോഴും കൊല്ലപ്പെടാം, എപ്പോഴും കൊള്ളയടിക്കപ്പെടാം എന്ന നിലക്കാണ് ആ നാടിൻ്റെ അവസ്ഥയെങ്കിൽ പിന്നെ അവിടെ എത്ര തന്നെ വിഭവങ്ങൾ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ഇപ്പൊ ഫലസ്തീനെ സംബന്ധിച്ചിടത്തോളം അല്ലത്തി ബാറക്നാ ഹൗലഹു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളൊരു പ്രദേശമാണത്. ആ പ്രദേശം അങ്ങനെയാ. പക്ഷേ ആ ബറക്കത്ത് എന്താണ് എന്നുള്ളത് പല നിലയ്ക്ക് വ്യാഖ്യാനിക്കപ്പെട്ടതാണെങ്കിലും, പക്ഷേ നിർഭയമായി ജീവിക്കാൻ കഴിയുക എന്നതാണ് ഒരു നാട്ടിൻ്റെ ഫലഭൂയിഷ്ടിയേക്കാൾ, അല്ലെങ്കിൽ ഒരു നാട്ടിലുള്ള വിഭവത്തെക്കാൾ പ്രധാനം. അത് ഞാൻ ആ ഭാഗമല്ല എനിക്ക് സംസാരിക്കാനുള്ളത്, പ്രാർത്ഥനയുടെ ബാക്കി ഭാഗമാണ്. അവിടേക്ക് വരുന്നതിന് മുന്നേ നിങ്ങൾ അതിൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാനൊന്ന് വിശദീകരിച്ചു എന്നേ ഉള്ളൂ. പക്ഷേ അവിടെ റിസ്ക് നൽകണം എന്ന് പറഞ്ഞപ്പം ആർക്ക് എന്നുകൂടെ പറയുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ. ആർക്ക് റിസ്ക് നൽകണം എന്നാ പറഞ്ഞിട്ടുള്ളത്? വർസുഖ് അഹ്ലഹു മിനത് തമറാത്തി. ആർക്ക് നൽകണം എന്ന് പറയും? മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആർക്ക് മതി? മുഅ്മിനീങ്ങൾക്ക് കൊടുത്താൽ മതി. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള ആളുകൾക്കേ പടച്ചവനെ നീ എന്ത് കൊടുക്കേണ്ടതുള്ളൂ? റിസ്ക് നൽകേണ്ടതുള്ളൂ. പക്ഷെ ആ പ്രാർത്ഥനയിൽ പടച്ചവന്റെ ഒരു ഇടപെടലുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഖാല വമൻ കഫറ ഫഉമത്തിഉഹു ഖലീലൻ. അങ്ങനെയല്ല, ആർക്കും കൊടുക്കും റിസ്ക്. വമൻ കഫറ, കാഫിറുകൾക്കും കൊടുക്കും. പക്ഷേ അതെന്താണ്? പടച്ചവൻ കൊടുക്കുക മതാഉൻ ഖലീലായിട്ടാണ്. മതാഉൻ ഖലീൽ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വിഭവം എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ മതാഉൻ ഖലീൽ എന്ന പ്രയോഗം എന്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളതാണെന്നറിയാവോ? ഖുർആൻ മതാഉൻ ഖലീൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഐഹിക ജീവിതത്തിലെ വിഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള. ഖുർആനിൽ മറ്റു പലയിടങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവില്ല. അപ്പോ ഈ ദുനിയാവിൽ ഐഹിക ജീവിതത്തിൽ വിശ്വാസികൾക്ക് മാത്രം റിസ്ക് കൊടുക്കണം എന്ന് പടച്ചവനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമല്ല. കാരണം പടച്ചവന്റെ സുന്നത്ത് അതല്ല. പടച്ചവൻ ദുനിയാവിലേക്ക് പറഞ്ഞയച്ച ആളുകൾക്ക് മുഴുവൻ അവനെന്ത് ചെയ്യും? റിസ്ക് നൽകും.
അത് ഈമാനിന്റെയും കുഫറിന്റെയും മാനദണ്ഡത്തിലല്ല, അല്ലെങ്കിൽ അത് പരിശോധിച്ചിട്ടല്ല എന്നതാണ് ഖുർആൻ എന്ത് ചെയ്യുന്നത്, നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ശരി, പിന്നീട് അതിനെ തുടർന്ന് ആ പ്രാർത്ഥനകൾ അവിടെ അവസാനിക്കുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വേറെ കുറച്ച് പ്രാർത്ഥനകൾ കൂടെ പടച്ചവൻ ആ ഭാഗത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. സൂറത്തുൽ ബഖറയിൽ ആ ഭാഗത്ത് തന്നെ ഇനിയും കുറച്ച് പ്രാർത്ഥനകൾ കൂടെ പടച്ചവൻ കോട്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ അറിയാമോ? ഏതൊക്കെ? പിന്നെന്തൊക്കെയാ പറയുന്നത്? പിന്നെ കഅബയുടെ നിർമ്മാണത്തെ കുറിച്ചാണ് സംസാരിക്കുന്നില്ലേ. എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന വരുന്നുണ്ട് അവിടെ. റബ്ബന തഖബ്ബൽ മിന്നാ എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാട്ടോ. ഒരു കർമ്മം നിർവഹിക്കുക എന്നതിനേക്കാൾ ഒരു വിശ്വാസിയെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി എന്താന്ന് ചോദിച്ചാല്, പടച്ചവനെ ഞാൻ ചെയ്തത് സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്നതാ. അതുകൊണ്ട് ഒരു കർമ്മം നിർവഹിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ഉള്ളിൽ നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു തേട്ട, പടച്ചവനെ ഞാൻ ഈ ചെയ്തത് നീ സ്വീകരിക്കണമേ എന്ന്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും പറഞ്ഞിട്ടുള്ളത്. റബ്ബന തഖബ്ബൽ മിന്നാ, പടച്ചവനെ ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ പ്രാർത്ഥിക്കുന്നത്? അവിടെയും തീർന്നിട്ടില്ല. റബ്ബന വജ്അൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. ഞങ്ങൾ രണ്ടുപേര്, അതായത് ഞാനും മകനും, ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് മുസ്ലിമായ രണ്ടാളുകളാക്കണം. പിന്നെയോ വമിൻ ദുർരിയതിനാ, ഇനി ശേഷം വരുന്ന പരമ്പരയായിട്ട് വരുന്ന തുടർന്ന് വരുന്ന സന്താന പരമ്പരയുണ്ട്. മക്കളുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് വരുന്ന പിന്നീട് വരുന്ന തലമുറകൾ. ആ തലമുറകളെയും നീ എന്ത് ചെയ്യണം? മുസ്ലിമാക്കണം. ഉമ്മത്തൻ മുസ്ലിമതൻ ലക, നിനക്ക് മുസ്ലിമായ ഒരു ഉമ്മത്താക്കി അവരെ മാറ്റണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ ദുര്യത്തിന് വേണ്ടി ഒരാവശ്യം കൂടെ പറയുന്നതായിട്ട് ഖുർആൻ അവിടെ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ആ ദുര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ രണ്ടുപേരെയും മുസ്ലിമുകളാക്കണം, വരുന്ന തലമുറകളെയും എന്താക്കണം? ഉമ്മത്തും മുസ്ലിമത്താക്കണം, അല്ലെങ്കിൽ അതിൽ നിന്ന് മുസ്ലിമത്തായ ഒരു ഉമ്മത്തിനെ നീ ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അവർക്ക് പടച്ചവനെ നീ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഒരാവശ്യം പടച്ചവന്റെ മുന്നിൽ വെക്കുന്നുണ്ട്. അതെന്താ? ഓ പറഞ്ഞോളെ. റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, പടച്ചവനെ അവരിൽ നിന്ന് തന്നെ, ആ ദുര്യത്തിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ടി. അടുത്ത് വൈറലായിട്ടുള്ള ഒരു വാചകം ഉണ്ടല്ലോ, അന മിൻകും വ ഇലൈക്കും എന്ന് പറഞ്ഞിട്ടില്ലേ, ഓർമ്മയില്ലത്? ഞാൻ നിങ്ങളിൽ നിന്നുള്ളവനാണ്, നിങ്ങളിലേക്ക് ഉള്ളവനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, പടച്ചവനെ അവരിൽ നിന്ന് നീ എന്ത് ചെയ്യണം? ആ ദുര്യത്തിൽ നിന്ന്, ആ സന്താന പരമ്പരയിൽ നിന്ന് ഒരു റസൂലിനെ നീ നിയോഗിക്കണം. ആ റസൂലൻ മിൻഹും, ആ റസൂൽ എന്താ ചെയ്യേണ്ടത്? എന്തിനു വേണ്ടി ആ റസൂലിനെ നിയോഗിക്കുന്നത്? യത്ലൂ അലൈഹിം ആയാതിക വയുസക്കീഹിം. അങ്ങനെ അള്ളാഹു നിയോഗിച്ചോ ആ സന്താന പരമ്പരയിൽ ഒരു ദൂതനെ? ആരെ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുക എന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ദുര്യത്തിന് വേണ്ടി നടത്തിയിട്ടുള്ളൊരു ആവശ്യമാണ്, പടച്ചവനോട് നടത്തിയിട്ടുള്ള ഒരാവശ്യമാണ്. ആ ആവശ്യപ്പെടലിന്റെ ഫലമായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു റസൂലായിട്ട് എന്ത് ചെയ്യുന്നത്? നിയോഗിക്കുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തിനു വേണ്ടിയാണ് റസൂലിനെ നിയോഗിക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞുള്ളത്? യത്ലു അലൈഹിം ആയാതിക
വയുസക്കീഹിം, നിന്റെ ആയത്തുകളെ ആ ദുർരിയത്തിന് തിലാവത്ത് നടത്തി കൊടുത്തിട്ട്, ആ സന്താന പരമ്പരക്ക് നിന്റെ ആയത്തുകളെ തിലാവത്ത് നടത്തി കൊടുത്തിട്ട് എന്ത് ചെയ്യണം? വയുസക്കീഹിം, അവരെ തസ്കിയത്ത് നടത്തണം, അവരെ തസ്കിയത്ത് നടത്തണം. യഥാർത്ഥത്തിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ദൗത്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അതിനുള്ള ഉത്തരം ഇവിടെയുണ്ട്, ഈ പ്രാർത്ഥനയിലുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ആയത്തുകളെ തിലാവത്ത് നടത്തിയിട്ട് എന്ത് ചെയ്യുക എന്നുള്ളതാ? തസ്കിയത്ത് നടത്തുക എന്നുള്ളതാണ്. അതവിടെ മാത്രമല്ല, ഞാൻ ആമുഖമായി ഓതി വെച്ചിട്ടുള്ള ആയത്തിലും ഖുർആൻ അത് തന്നെയാണ് പറയുന്നത്. സൂറത്തു ആലു ഇംറാനിന്റെ 164-ാമത്തെ വചനം, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള ഒരു മിന്നത്താണ്. മിന്നത്ത് എന്ന് പറഞ്ഞാൽ മിന്നത്ത്, അനുഗ്രഹം. മന്ന എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ചെയ്തു എന്നാണ്. പക്ഷെ അതും റഹ്മത്തും നിഅമത്തും ഒക്കെ പര്യായ പദങ്ങളല്ല കേട്ടോ, ഓരോന്നും വ്യത്യസ്തങ്ങളായ പദങ്ങൾ. അത് വിശദമായി നിങ്ങൾ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാവും. അപ്പൊ അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള ഒരു മിന്നത്താണ്, ഒരു അനുഗ്രഹമാണ്. എന്ത്? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അള്ളാഹു അവരിൽ നിന്ന് തന്നെ അവർക്ക് ഒരു പ്രവാചകനെ നിയോഗിച്ചു നൽകി എന്നുള്ളത്. ആ പ്രവാചകൻ ചെയ്യുന്ന പണി എന്താ? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹും അൽ കിതാബ വൽ ഹിക്മത. അള്ളാഹുവിൻ്റെ ആയത്തുകളെ അവരുടെ മേൽ തിലാവത്ത് നടത്തിയിട്ട് വയുസക്കീഹിം, അവരെ എന്ത് ചെയ്യുക എന്നുള്ളത്? തസ്കിയത്ത് നടത്തുക എന്നുള്ളത്. അവിടെ നിന്നിട്ടില്ല, പിന്നെയും ഒരു ദൗത്യമുണ്ട്. അത്തസ്കിയത്തു വത്തഅലീം എന്ന, അത്തസ്കിയത്തു വത്തഅലീം, തസ്കിയത്ത് നടത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. തഅലീമും അതിൻ്റെ ഒരു ദൗത്യമാണ്. എന്താണ് പഠിപ്പിക്കേണ്ടത്? അൽ കിതാബ്, വേദഗ്രന്ഥം. രണ്ടാമത്തേത് വ അൽ ഹിക്മ, ദ വിസ്ഡം, യുക്തി പഠിപ്പിക്കുക എന്നുള്ളതാണ്, ജ്ഞാനം പഠിപ്പിക്കുക എന്നുള്ളതാണ്. വേദഗ്രന്ഥവും ജ്ഞാനവും അല്ലെങ്കിൽ യുക്തിയും പഠിപ്പിക്കുക എന്നതാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം എന്ന് പറയുന്നത്. അത് ഓരോന്നും വിശദീകരിക്കപ്പെടേണ്ടത്. അൽ കിതാബും അൽ ഹിക്മയും എവിടെയാണ് വ്യത്യസ്തമാകുന്നത് എന്നതൊക്കെ നിങ്ങൾ ഖുർആൻ പഠിതാക്കൾ എന്നുള്ള നിലയ്ക്ക് പഠിക്കണം എന്നൊരു നിർദ്ദേശം നൽകുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത്തരം ഭാഗങ്ങൾ വരുമ്പോഴെന്ത് ചെയ്യുക? നിങ്ങളത് ഒക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങളെ ഒന്ന് വിശകലനം ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ശ്രമിക്കുക. ഇത് ഇവിടെയും അല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ സമാനമായ പ്രയോഗങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. നമ്മൾക്ക് വളരെ പരിചിതമായ പരിശുദ്ധ ഖുർആനിലെ ഒരായത്തുണ്ട്, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന, അവനാകുന്നു ഉമ്മിയികളിൽ, റസൂലൻ മിൻഹും, അവരിൽ നിന്നുള്ള ദൂതനെ നിയോഗിച്ചിട്ടുള്ളവൻ. അവൻ എന്താ ചെയ്യുന്നത്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, അവന്റെ ആയത്തുകളെ അവർക്ക് തിലാവത്ത് നടത്തി കൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? സംസ്കരിക്കുന്നു, തസ്കിയത്ത് നടത്തുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവരെ അൽ കിതാബും വേദഗ്രന്ഥവും ഹിക്മത്തും പഠിപ്പിക്കുന്നു. ഇനി ഞാൻ പറഞ്ഞതിന് ചുരുക്കത്രേ ഉള്ളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്തിനു വേണ്ടിയിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അങ്ങനെ ഒരു ദൂതനെ നിയോഗിക്കാൻ പറഞ്ഞിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ ആയത്തുകളെ തിലാവത്ത് നടത്തിയിട്ട് തസ്കിയത്ത് നടത്താനും പിന്നെ അതിനോട് ചേർത്തുകൊണ്ട് രണ്ട് കാര്യങ്ങളുടെ തഅലീമിനും വേണ്ടിയാണ്. തഅലീം നടത്തേണ്ടത് എന്തൊക്കെയാണ്?
അൽ കിതാബ് വൽ ഹക്മ. അൽ കിതാബും അൽ ഹക്മത്തും, വേദഗ്രന്ഥവും യുക്തിയും പഠിപ്പിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൗത്യം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ? ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണമായി നിർവഹിച്ചിട്ടില്ല എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റിയില്ല. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സമാനതകളില്ലാത്ത ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ആയത്തുകളെ ഓതിയിട്ട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? തസ്കിയത്ത് ഓതിയിട്ട് എന്ന് പറയാം, തിലാവത്ത് നടത്തിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തസ്കിയത്ത് നടത്തിയിട്ടുണ്ട്. അത് നമ്മൾക്ക് കിട്ടിയോ കിട്ടിയില്ലേ എന്നതാണ് പരിശോധിക്കേണ്ട വിഷയം. ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, തസ്കിയത്ത് എന്നത് നേടിയെടുക്കാൻ കഴിയുക എന്തിലൂടെ മാത്രമേ ഉള്ളൂ? യത്ലു അലൈഹിം ആയാത്തിഹി, അള്ളാഹുവിന്റെ ആയത്തുകൾ തിലാവത്ത് നടത്തിയിട്ടാണ് എന്ത് പ്രവാചകൻ നടത്തിയിട്ടുള്ളത്? തസ്കിയത്ത് നടത്തിയിട്ടുള്ളത്. അപ്പം ആ ആയത്തുകളിലൂടെ മാത്രമേ, അള്ളാഹുവിന്റെ ആയത്തുകളിലൂടെ മാത്രമേ നമ്മൾക്ക് എന്ത് നേടിയെടുക്കാൻ കഴിയുള്ളൂ? തസ്കിയത്ത് എന്നത് നേടിയെടുക്കാൻ കഴിയുള്ളൂ. പടച്ചവന്റെ ആയത്തുകളിലൂടെ മാത്രമേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തസ്കിയത്ത് എന്നത് നേടിയെടുക്കാൻ കഴിയുള്ളൂ. ഇനി അതിനോട് ചേർത്തുകൊണ്ട് ഒരൊറ്റ കാര്യം കൂടെ പടച്ചവൻ സൂറത്തു നൂറിൽ പറഞ്ഞു വെച്ചിട്ടുള്ളൊരു സംഗതി ഉണ്ടല്ലോ. ഈ തസ്കിയത്ത് എന്ന് പറയുന്നത് നമ്മൾക്ക് സ്വയം സാധ്യമാകുന്ന ഒന്നല്ല. മാ സക്കാ മിൻകും മിൻ അഹദിൻ എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വലാകിൻ അല്ലാഹ യുസക്കി മൻ യശാഉ. ആരും സ്വയം എന്ത് ചെയ്യുന്നില്ല? തസ്കിയത്ത് നേടിയവരാകുന്നില്ല. പിന്നെയോ അത് അല്ലാഹു നൽകുന്ന ഒരു ഫദ്ലാണ്. എന്ത്? തസ്കിയത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു ഫദ്ലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഫദ്ലിനെ സ്വായത്തമാക്കാനുള്ള തൗഫീഖ് പടച്ചവൻ നമ്മൾക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി എന്താണ് ഈ തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ? പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിട്ടുള്ളത് ഈ തസ്കിയത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾക്കും നേടാൻ കഴിയേണ്ടത് ആ തസ്കിയത്താണ്. എന്താണ് ഈ തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ? തസ്കിയത്ത് പറഞ്ഞതാ സംസ്കരണം എന്ന് പറഞ്ഞതാ തസ്കിയത്ത്. എന്താണ് ഈ സാധനം? കുറച്ചുകൂടി ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു ഐഡിയ തരാൻ പറ്റുമോ? ഒരു മനുഷ്യനെ, ആ പദത്തിന്റെ അർത്ഥം എന്താ അറിയാവോ എനിക്ക്? സക്ക എന്ന് പറഞ്ഞാൽ എന്താ അറിയാവോ എനിക്ക്? സക്ക കളങ്കമില്ലാത്തത്, ശുദ്ധീകരിച്ചു. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. ഇതെന്തിനെ കുറിച്ച് പറഞ്ഞ അറിയാവോ? സക്കാത്തിനെ കുറിച്ച് പറഞ്ഞ. സക്കാത്ത് എന്ന പദം നമ്മൾ സാധാരണ പറയാറുള്ളത് എന്തിനാ? നമ്മളുടെ കയ്യിലുള്ള പണത്തിന്റെ ഒരു വിഹിതം അർഹരായ ആളുകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിന് പറയുന്നതാണ് നമ്മളെന്ത്? അതിന്റെ അർഹർക്ക് കൊടുത്തേക്കുന്നതിനാണ്. നമ്മളുടേതല്ലാത്തത് നമ്മളുടെ കയ്യിലുള്ളത് അതിന്റെ അർഹരായ ആളുകൾക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ സക്കാത്ത് എന്ന് പറയുന്നത്. ആ പ്രവർത്തനത്തിന് എന്തിനാ സക്കാത്ത് എന്ന പേര് നൽകിയിട്ടുള്ളത്? അതിലൂടെ നടക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് തത്ഹീറാണ്, ശുദ്ധീകരണമാണ്. എന്തിനെ ശുദ്ധീകരിക്കുക? സമ്പത്തിനെ ശുദ്ധീകരിക്കുകയാണോ നമ്മളെ ശുദ്ധീകരിക്കുകയാണോ? രണ്ടുമാണെന്ന് പറയാം അല്ലെ. തുതഹിറുഹും വതുസക്കീഹിം ബിഹാ എന്നാ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നീ അവരെ
ശുദ്ധീകരിക്കുന്നു എന്ന. സക്ക എന്ന പദത്തിന്റെ അർത്ഥം അതാണ്, അല്ലെങ്കിൽ സക്ക എന്ന പദത്തിന്റെ അർത്ഥം അതാണ്, സംസ്കരിച്ചു. അപ്പൊ സൗബ എന്ന് പറയും. സൗബ എന്ന് പറഞ്ഞത് വസ്ത്രം. സൗബ എന്ന് പറഞ്ഞാൽ ഐ ത്വഹറഹൂന, അതിനെ ശുദ്ധീകരിച്ചു എന്നർത്ഥം, ശുദ്ധീകരിച്ചു എന്നാണ്. അപ്പൊ തസ്കിയത്ത് എന്ന പദത്തിന്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരർത്ഥം, ഭാഷാപരമായ അർത്ഥം ശുദ്ധീകരിക്കുക എന്നതാണ്, ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമതൊരർത്ഥം കൂടി ഉണ്ടായിരുന്നു. സകൽ മാലു എന്ന് പറഞ്ഞാൽ, സകൽ മാലു എന്ന് പറഞ്ഞാൽ സമ്പത്ത് വർദ്ധിച്ചു അല്ലെങ്കിൽ വളർന്നു എന്നാണ്. വർദ്ധിച്ചു എന്നല്ല, വളർന്നു. എന്നാണ് സക്കാത്ത് കൊടുക്കുന്നതിലൂടെ സമ്പത്ത് വളരാണോ ചെയ്യുക, തളരാണോ ചെയ്യുക? എങ്ങനെ വളരുക? സമ്പത്ത് എങ്ങനെ വളരുക? ഓ, അള്ളാഹു വളർത്തും? അല്ല. ഈ സാമ്പത്തികമായ വലിയ പ്രതിസന്ധികൾ ഒരു പ്രദേശത്തിന് അല്ലെങ്കിൽ ഒരു നാടിന് വരും എപ്പോഴാന്ന് ചോദിച്ചാൽ, സമ്പത്ത് മുഴുവൻ ഒരു ടീമിന്റെ കയ്യിൽ പെട്ടുപോകുമ്പോഴാണ്, സമ്പന്നരുടെ കയ്യിൽ മാത്രം പെട്ടുപോകുമ്പോൾ. അതാണ് ഖുർആൻ പറഞ്ഞത് എന്ന്. അതിങ്ങനെ സമ്പന്നർക്കിടയിൽ കറങ്ങിടക്കേണ്ട ഒരു സംഗതിയല്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ കുറേ സമ്പത്ത് ഡെഡായി മാറും, കുറേ പണം. കാരണം അവരാരല്ല, ആവശ്യക്കാരല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യങ്ങളില്ല. അതേസമയം താഴെ തട്ടിലുള്ള ആളുകളൊക്കെ ആവശ്യക്കാരാണ്. അവരുടെ കയ്യിലേക്ക് സമ്പത്തെത്തിയാൽ അവരത് എവിടെ ഇറക്കും? അത് ഡെഡായി കിടക്കൂല, അത് മാർക്കറ്റിൽ ഇറങ്ങും. സ്വാഭാവികമായിട്ടും ആ പ്രദേശത്ത് എന്ത് ചെയ്യും? സാമ്പത്തികമായ വളർച്ചയുണ്ടാകും. സക്കാത്ത് എന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്ത് എങ്ങനെയാണ് നുമുവുണ്ടാക്കുന്നത്, എങ്ങനെയാണ് വളർച്ചയുണ്ടാക്കുന്നത് എന്നതും നിങ്ങൾ പഠനവിധേയമാക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥങ്ങളാണുള്ളത്. ഒന്ന് ശുദ്ധീകരിക്കുക എന്നതാണ്, രണ്ടാമത്തേത് വളർത്തുക എന്നുള്ളതാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം എന്തിനെ ശുദ്ധീകരിക്കുകയും എന്തിനെ വളർത്തുകയും ചെയ്യുക എന്നതാ. ആയത്തുകൾ ഓതിയിട്ട് അല്ലെങ്കിൽ ആയത്തുകൾ തിലാവത്ത് നടത്തിയിട്ട്, അള്ളാഹുവിന്റെ ആയത്തുകളെ തിലാവത്ത് നടത്തിയിട്ട് എന്തിനെ തസ്കിയത്ത് നടത്തുകയും എന്തിനെ ശുദ്ധീകരിക്കുകയും എന്തിനെ വളർത്തുകയുമാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം. മനുഷ്യന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അതൊന്ന് അറബി പറഞ്ഞു തരാൻ പറ്റുമോ? ഓ, നഫ്സിനെ. അപ്പൊ ഈ റൂഹ് എന്ന് പറഞ്ഞ സാധനം എന്താ? ഓ, ആത്മാവ്. അപ്പൊ നഫ്സോ? ഈ മരിക്കുമ്പോ പടച്ചവൻ എടുത്തുകൊണ്ടോന്ന് എന്താ? പടച്ചവനെ ഉയർത്തിക്കൊണ്ടോന്ന് എന്താ? എന്ത് റൂഹ? ഇന്നല്ലാഹ യതവഫൽ അൻഫുസ ഹീന മൗതിഹ വല്ലതി ലം തമുത് ഫീ മനാമിഹ. ഈ കുറ്റവാളികളായ ആളുകളുടെ അടുക്കൽ മരണസമയത്ത് മലക്കുകൾ വന്നിട്ട് പറയുന്നത് അഖ്രിജു, പുറത്തെടുക്ക്. എന്ത്? അർവാഹക്കും എന്നല്ല, അഖ്രിജു അൻഫുസക്കും. അവർക്ക് വേണ്ടത് എന്താ? നഫ്സുകളാണ്. വിശ്വാസികളായ ആളുകൾ മരണസമയത്ത് അഭിസംബോധന ചെയ്യപ്പെടുന്ന അഭിസംബോധന ചെയ്യപ്പെട്ട് പറയപ്പെടുന്ന ഒരു വാക്കുണ്ട്, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന, യാ അയ്യത്തുഹ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി. മരണസമയത്ത് അള്ളാഹു എടുത്തുകൊണ്ടോ എന്തിനെ? കുറച്ച് നേരത്തെ വരെ റൂഹാനിയായിരുന്നു, ഇപ്പം മുതൽ നഫ്സിനെ. അങ്ങനല്ലേ? അതെ, നേരത്തെ ഞാൻ ചോദിച്ചപ്പോൾ റൂഹിൻ എന്നാണ് പറഞ്ഞത്. ഓ, പൊതുവെ റൂഹ് പിടിക്കാന്ന് പറയല്. ഈ റൂഹിന് എന്താ സംഭവിക്കുന്നത് ഉള്ളത് അതും ഞാൻ പറഞ്ഞേ. നമ്മൾ ഖുർആൻ പഠിക്കണം. ഖുർആൻ പഠിക്കുമ്പം കുറച്ചൊന്ന് ഇങ്ങനെ ഓരോ പദപ്രയോഗങ്ങളുടെ അടുത്ത് ഒന്ന് എന്ത് ചെയ്യണം, അതെന്താ അവിടെ ആ പ്രയോഗം നടത്തിയിട്ടുള്ളത്, ഇവിടെ പ്രയോഗം നടത്തിയിട്ടുള്ളത് എന്നത് എന്ത് ചെയ്യണം, ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങളുടെ ഖുർആൻ പഠനം
നിങ്ങളുടെ വിശ്വാസത്തിൽ ചെലുത്തുന്ന വലിയ സ്വാധീനം ഉണ്ടാവും. അത് അത്തദബ്ബറു ഫിൽ ഖുർആൻ. അത്തദബ്ബറു ഫിൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ മനസ്സ് തുറന്നു വെച്ചിട്ടുള്ള, കൽബ് തുറന്നു വെച്ചിട്ടുള്ള വായനയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ എന്ന് പറഞ്ഞിട്ടില്ലേ? ഈ കൽബ് ക്ലോസ്ഡ് ആയാൽ തദബ്ബുർ നടക്കില്ല. ഉപരിപ്ലവമായൊരു വായന മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നടക്കുള്ളൂ. പിന്നെ വേറെ എന്താ വെച്ചാൽ, നിങ്ങളെ അങ്ങനെ ചിന്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഖുർആൻ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് വരുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഒരിടത്ത് പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പോന്നാൽ മതി എന്നുണ്ടെങ്കിൽ അതും നടക്കും. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ, തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞിട്ടുള്ളത്? വളർത്തുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം എന്ന് പറയുന്നത് തസ്കിയത്താണ്. ആ തസ്കിയത്ത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുള്ളത് അവന്റെ ആയത്തുകളെ തിലാവത്ത് നടത്തിയിട്ടാണ്. രണ്ടാമതൊരു ദൗത്യം എന്ന് പറയുന്നത് തഅലീം അൽ കിതാബു വൽ ഹിക്മ എന്നുള്ളതാണ്. അൽ കിതാബും അൽ ഹിക്മയും പഠിപ്പിക്കുക എന്നതാണ്. എന്താണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയിട്ടുള്ള തസ്കിയത്ത് എന്ന് ചോദിച്ചാൽ അത് തസ്കിയത്തു നഫ്സ് ആണ്. തസ്കിയത്തു നഫ്സ്, ആത്മാവിന്റെ തസ്കിയത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അറബി പദം ചോദിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ആത്മാവിൻ്റെ എന്ന് പറഞ്ഞാൽ റൂഹിൻ്റെ അല്ല, നഫ്സിൻ്റെയാണ്. റൂഹിൻ്റെ വിഷയത്തിൽ നമ്മൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഇടപെടാനില്ല. അത് പൂർണ്ണമായും നമ്മളുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരു സംഗതിയാണ് റൂഹ് എന്ന് പറയുന്നത്. അപ്പോൾ നഫ്സിന്റെ തസ്കിയത്താണ് തിലാവത്തു ആയാത്തില്ല എന്നതിലൂടെ നടക്കേണ്ടത്. തിലാവത്തു ആയാത്തില്ല എന്നതിലൂടെ നടക്കേണ്ടത്. ഈ നഫ്സ് എങ്ങനെ തസ്കിയത്ത് നടത്തുക? എന്താ നഫ്സിന്റെ തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ? ശരീരം എന്ന അർത്ഥം അത് നമ്മൾ സ്വയം എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട്. അത് അല്പം കൂടെ വിശദീകരിക്കേണ്ട സംഗതിയാണ്. പക്ഷെ നമ്മളുടെ സമയം ഇനി 10 മിനിറ്റ് കൂടിയാണ്. അപ്പം അതുകൊണ്ട് നമുക്കിത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് വൈൻഡപ്പ് ചെയ്തിട്ട് വിശദമായിട്ട് പിന്നീട് അവസരങ്ങളിൽ എന്ത് ചെയ്യാം, സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം പിന്നെ എന്താണ് ഈ നഫ്സിനെ എങ്ങനെ തസ്കിയത്ത് നടത്തുക? അള്ളാഹുവിൻ്റെ ആയത്തുകൾ തിലാവത്ത് നടത്തിയിട്ട് അല്ലേ? ശരി, പിന്നെ നഫ്സിന്റെ തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഖുർആൻ സൂറത്ത് ശംസിൽ പടച്ചവനെ പരിചയപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. വനഫ്സിൻ വമാ സവ്വാഹ, നഫ്സും അതിനെ സംവിധാനിച്ചവനും തന്നെയാണ് സത്യം, അല്ലെങ്കിൽ സംവിധാനിച്ച രീതിയും തന്നെയാണ് സത്യം. രണ്ടർത്ഥത്തിലും പറയാം. എന്നിട്ട് ഖുർആൻ പറയുന്നത് ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, നഫ്സിനെ സംവിധാനിച്ചിട്ട് അള്ളാഹു നഫ്സിനെ സംവിധാനിക്കുക എന്ന് പറഞ്ഞാൽ നഫ്സിനെ തസ്വിയത്ത് നടത്തുക എന്നാട്ടോ. നഫ്സിന്റെ ഹൽക്കല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഹൽക്ക് വേറെയാണ്, തസ്വിയത്ത് വേറെയാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസവ്വ. ഏത് സൃഷ്ടിപ്പിലും അള്ളാഹു ആ സൃഷ്ടിപ്പിനെ തുടർന്ന് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് തസ്വിയത്താണ്, മറ്റൊന്ന് തഖ്ദീറാണ്, മറ്റൊന്ന് ഹിദായത്താണ്. ഖൽഖ്, തസ്വിയത്ത്, തഖ്ദീർ, ഹിദായത്ത്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. പിന്നൊന്ന് റിസ്ഖാണ്, നിലനിൽക്കാൻ ആവശ്യമായത് നൽകുക എന്നുള്ളതാണ് അഞ്ചാമത്തത്. ഈ 5 ദൗത്യങ്ങളും പടപ്പിന്റെ വിഷയത്തിൽ പടച്ചവൻ എന്ത് ചെയ്തിട്ടുള്ള നിർവഹിച്ചിട്ടുള്ള സംഗതികളാണ്. ഈ നഫ്സിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പടച്ചവൻ പറഞ്ഞിട്ടുള്ളത് വനഫ്സിൻ വമാ സവ്വാഹ, അതിന്റെ തസ്വിയത്ത് നടത്തി. അതിന്റെ തസ്വിയത്ത് നടത്തിയിട്ട് അള്ളാഹു ആ നഫ്സിൽ 2 കാര്യങ്ങൾ ഇൽഹാമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫഅൽഹമഹ, ഇൽഹാം എന്താ? ഇൽഹാം ഇട്ടാന്ന് പറയണ്ടല്ലോ നമ്മള്. ഫഅൽഹമഹ, വഹയുണ്ട്, ഇൽഹാമുണ്ട്. ഫഅൽഹമഹ,
ഞാൻ വഹയുണ്ട് ഇൽഹാമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിർത്തിയെന്നറിയോ? അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കാൻ തോന്നും, എന്താണ് ഈ വഹയും ഇൽഹാമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ. ഇത് കഴിഞ്ഞ് പോയിട്ട് ചിലപ്പോൾ ഇങ്ങനെ തോന്നും, ഇങ്ങനെ മനസ്സിലിങ്ങനെ വഹയും ഉണ്ടല്ലോ ഇൽഹാമും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിട്ടേച്ചത് കേട്ടോ. ഫഅൽഹമഹ, ആ നഫ്സിന് അള്ളാഹു ഇൽഹാം നൽകി എന്നതാ. ഇൽഹാം നൽകി രണ്ട് കാര്യങ്ങളാ, ഫുജൂറഹ വതഖ്വാഹ. ഫുജൂറും തഖ്വയും. ഇത് പറഞ്ഞതിന് ശേഷം പടച്ചോൻ പറഞ്ഞു ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആ നഫ്സിനെ ആരാണോ തസ്കിയത്ത് നടത്തുന്നവൻ, അവൻ ആത്യന്തികമായിട്ട് എന്ത് ചെയ്തു? വിജയിച്ചു. ഇഹപര എല്ലാം അതിൽ പെടും. അഫ്ലഹ എന്ന് പറഞ്ഞതാ. നിസ്കാരത്തിലേക്ക് വിളിക്കുമ്പം എന്തിലേക്ക് വരാനാ പറയാറുള്ളത്? ഹയ്യ അലസ്സലാഹ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്ത വിളി എന്താ? ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരം ഒരു വിശ്വാസിക്ക് കൊടുക്കുന്ന സംഗതിയാണ് അൽ ഫലാഹ് എന്ന് പറയുന്നത്. അൽ ഫലാഹ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഫലാഹ് ആ കർമ്മം തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തഹല്ലുലാവുന്നത്. അഥവാ തഹല്ലുലാവ് എങ്ങനെ? മുടിയെടുത്തിട്ടല്ല, ഇഹ്റാമിൽ പ്രവേശിക്കൽ തക്ബീർ കൊണ്ടാണല്ലോ അല്ലേ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാ തക്ബീറത്ത് അൽ ഇഹ്റാം, ഇഹ്റാമിന്റെ തക്ബീർ എന്നതിന് പറയാം. തഹല്ലുലാവലോ സലാം വീട്ടിയിട്ട് അതുവരെ ഇഹ്റാമോടുകൂടെ ഹറാമായതൊക്കെ ഹലാലായി. അതാണ് തഹല്ലുലാവുക എന്ന് പറയാം. പിന്നെ വർത്താനം പറയാം, പിന്നെ ഭക്ഷണം കഴിക്കുക ഒക്കെ ചെയ്യാം. തഹല്ലുലാവുക എന്നതാണ്. നിങ്ങൾ ആരാധനാക്രമങ്ങളെ പരസ്പരം ഒന്നും എന്ത് ചെയ്യുക, താരതമ്യം ചെയ്തിങ്ങനെ വായിച്ചു വെക്കുക. അംറയായിരുന്നാലും ഹജ്ജായിരുന്നാലും നമസ്കാരമായിരുന്നാലും ഇഹ്റാം തഹല്ലുൽ ഇത് രണ്ടിലും ഉള്ളതാണ്. തക്ബീറത്താണ് നിസ്കാരത്തിൽ ഇഹ്റാമിൻ്റെ വാക്ക് എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ എന്നതാണ്. അതിന് നമ്മൾ പറയാ തക്ബീറത്ത് അൽ ഇഹ്റാം എന്ന ഇഹ്റാമിന്റെ. ഞാൻ പറഞ്ഞത് ആ തക്ബീറത്തുൽ ഇഹ്റാമിൽ തുടങ്ങിയിട്ട് തഹല്ലുലാകുന്ന സലാം വരെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക എന്നതല്ല ഫലാഹിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നേരെ മറിച്ച് ആ നിസ്കാരത്തിലൂടെ കിട്ടേണ്ട ഒരു സംഗതിയുണ്ട്. അത് കിട്ടുമ്പോഴാണ് നമ്മൾ തസ്കിയത്ത് നേടി അല്ലെങ്കിൽ ഫലാഹിലേക്ക് എത്തി എന്ന് പറയാൻ കഴിയുക. ഈ മനസ്സിൽ അള്ളാഹു രണ്ട് കാര്യങ്ങൾ ഫുജൂറും തഖ്വയും ഇൽഹാമാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇക്കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇന്ന് വരെ ഒരു തെറ്റും ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റിലേക്ക് നോക്കാനോ ഒരു തെറ്റ് കേൾക്കാനോ ഒരു തെറ്റ് പറയാനോ എനിക്ക് അർഹമല്ലാത്ത വിഹിതമല്ലാത്ത എന്തെങ്കിലും ഒന്ന് അനുഭവിക്കാനോ എൻ്റെ മനസ്സ് ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടേയില്ല. എന്നോട് എൻ്റെ മനസ്സ് ഇതുവരെ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി ഒരു തെറ്റിന് വേണ്ടി താല്പര്യപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? താല്പര്യപ്പെട്ടിട്ടേ ഇല്ല എന്ന് ഉണ്ടെങ്കിൽ അവരെ പേടിക്കണം. അവരെ മനുഷ്യന്മാരെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റില്ല. കാരണം അള്ളാഹു മനുഷ്യന്റെ നഫ്സ് സംവിധാനിച്ചപ്പോൾ അതിൽ രണ്ട് കാര്യങ്ങൾ ഇൽഹാമായി നൽകിയിട്ടുണ്ട്. അതിലൊന്നെന്താ? ഫുജൂറാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, വമാ ഉബർരിഉ നഫ്സി, എൻ്റെ നഫ്സ് ബരി ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിജയം എവിടെയാണെന്നറിയാമോ? നഫ്സിന്റെ തെറ്റിന് വേണ്ടിയുള്ള താല്പര്യത്തിന് കീഴ്പ്പെട്ടിട്ടില്ല എന്നിടത്താണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിജയം എന്ന് പറയുന്നത്. അതാണ് തസ്കിയത്തുൻ നഫ്സ് എന്ന് പറയുന്നതും. ഞാൻ വിശദീകരിക്കുന്നില്ല. മനസ്സ് തെറ്റിനു വേണ്ടി താല്പര്യപ്പെടും. ഇന്ന നഫ്സ ലഅമ്മാറതും ബിസ്സൂ, ഇതേത് മനുഷ്യന്റെയും മനസ്സ് അങ്ങനെ തന്നെയാ. അത് നല്ലോണം പറയും. സാഹചര്യങ്ങൾ അനുകൂലമായാൽ നമ്മൾ ചിലപ്പോൾ പെട്ടുപോവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾ തയ്യാറാകേണ്ടി വരും. ഏതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചില്ലേ പടച്ചോനോട്, റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഊനനി ഇലൈഹി വഇല്ലാ തസ്രിഫ് അന്നി കൈദഹുന്ന അസ്ബു ഇലൈഹിന്ന വഅകും മിനൽ ജാഹിലീൻ. പടച്ചവനെ, എനിക്ക് നല്ല സുഖമാണ് ഇവിടെ കഴിയാൻ, പക്ഷേ വേണ്ട. കാരണം
ഇവരുടെ ഈ ചുറ്റുപാടിൽ നിന്ന്, ഈ സാഹചര്യത്തിൽ നിന്ന് ഞാൻ മാറി നിന്നിട്ടില്ലെങ്കിൽ ചിലപ്പം ഞാൻ അവരിലേക്ക് ചാഞ്ഞു പോവുകയും ഞാൻ അവിവേകികളിൽ പെട്ടുപോവുകയും ചെയ്തേക്കാം. ചിലപ്പോൾ നമ്മൾ സാഹചര്യങ്ങളെ മാറ്റേണ്ടി വരും, സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. ചിലപ്പം നമ്മളുടെ മനസ്സിൻ്റെ ഇച്ഛകൾ അത്രമേൽ ശക്തമാകുമ്പോൾ അതിനെ നിയന്ത്രിച്ചു നിർത്തുക എന്നത് പറ്റാത്ത വിധം നമ്മൾ ദുർബലരായി പോകും. അത്ര ശക്തി. അതെ, അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ മനസ്സിൻ്റെ ഇച്ഛകളെ നിയന്ത്രിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് കൂടുതൽ പ്രതിഫലമുണ്ട് എന്നതാണ്. കൂടുതൽ പ്രതിഫലമുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ എന്ത് തസ്കിയ. സൂറത്തുൻ നജ്മിൽ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി ലിയജ്സിയ അല്ലദീന അസാഉ ബിമാ അമിലു വയജ്സിയ അല്ലദീന അഹ്സനു ബിൽ ഹുസ്ന. ആകാശഭൂമികളിലുള്ളതൊക്കെ പ്രതിഫലം നൽകാനാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആരാണ് മുഹ്സിനുകൾ എന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. വയജ്സിയ അല്ലദീന അഹ്സനു ബിൽ ഹുസ്ന എന്ന് പറഞ്ഞതിന് ശേഷം അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലൽ ലമം ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ ഹുവ അഅലമു ബിക്കും ഇദ് അൻശഅകും മിനൽ അർദ് വഇദ് അൻതും അജിന്നത്തുൻ ഫീ ബുതൂനി ഉമ്മഹാതികും ഫലാ തുസക്കു അൻഫുസകും ഹുവ അഅലമു ബിമനിത്തഖ. അതായത് ആരാണ് മുഹ്സിനുകൾ എന്ന് ചോദിച്ചാൽ വലിയ പാപങ്ങളിൽ നിന്ന്, അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി, വലിയ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവർ, വൽ ഫവാഹിഷ, ഫാഹിഷത്ത് എന്ന് നമ്മൾക്ക് പറയാവുന്ന മ്ലേച്ഛമായ കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയാറുള്ളത്, അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവർ, ഇല്ലല്ലമം, മാനുഷികമായ ചില വീഴ്ചകൾ ഒഴികെ മറ്റ് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് മുഹ്സിനുകൾ. അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ ഇല്ലൽ ലമം ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ. അങ്ങനെ വരുന്ന ചെറിയ ചെറിയ വീഴ്ചകൾ ഉണ്ടല്ലോ, അത് പടച്ചോൻ പൊറുത്തരും. പടച്ചോൻ വിശാലമായി പൊറുക്കുന്നവനാണ്. എന്നിട്ട് പടച്ചോൻ പറയുന്നൊരു കാര്യമുണ്ട്, ഹുവ അഅലം, അവനാണ് ഏറ്റവും അറിയാവുന്നവൻ. ആരെപ്പറ്റി? ബിക്കും, നിങ്ങളെപ്പറ്റി. എന്നു മുതൽ അറിയാം? ഇദ് അൻശഅകും മിനൽ അർദ്, മനുഷ്യൻ എന്നുള്ള നിലക്ക് മനുഷ്യോൽപത്തി മുതൽ അവനറിയാം. മനുഷ്യോൽപത്തി മുതൽ, ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ഉണ്ടാക്കപ്പെട്ടത് മുതൽ മനുഷ്യന്റെ സ്വഭാവം എന്താ, മനുഷ്യന്റെ ചിന്തകൾ എന്താ, മനുഷ്യന്റെ നഫ്സ് എങ്ങനെയാ, മനുഷ്യൻ എത്രത്തോളം നഫ്സിന്റെ ഇച്ഛകളെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയും, ഇതൊക്കെ പിന്നെ ഓരോരുത്തരെ കുറിച്ചും അറിയാം. ഏതു മുതൽ? വഇദ് അൻതും അജിന്നത്തുൻ ഫീ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളൊക്കെ നിങ്ങളുടെ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ ഗർഭസ്ഥ ശിശുവായ അന്ന് മുതലേ നിങ്ങൾ എന്താണ് എന്നുള്ളത് അറിയാം. അപ്പൊ നമ്മളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നവൻ ആരാ? അള്ളാഹുവാണ്. അത് അനുഭവത്തിലൂടെയുള്ള ബോധ്യമാണ്. ചിലപ്പം മക്കൾ ചില വെളു കാട്ടുന്ന സമയത്ത് നമ്മൾ പറയല്ലേ, ഞാൻ എന്നെ ഒന്നും ഇന്നലേക്ക് കാണാൻ തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്. ജൂതന്മാരായ ആളുകൾ ഖിബില മാറിയ സമയത്ത് അത് ഉൾക്കൊള്ളാതിരുന്നപ്പം പടച്ചോൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലദീന ആതൈനാഹുൽ കിതാബ, അവർക്ക് വേദം നൽകപ്പെട്ടവരാ, യഅരിഫൂനഹു, അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാം, കമാ യഅരിഫൂന അബ്നാഅഹും. അതിന് വല്ലാത്ത പ്രയോഗ. അവരെ മക്കളെ അറിയുന്നത് പോലെ അറിയാം, അവരെ അറിയുന്നത് പോലെ എന്നല്ല. നമ്മൾക്ക് നമ്മളെ എപ്പം മുതൽ അറിയാം? നമ്മൾക്ക് നമ്മളെ കുറിച്ച് അറിയാവുന്നത് നമ്മളുടെ ഏത് ഘട്ടം മുതലാ? നമ്മൾക്കൊരു ബോധം വെച്ചത് മുതലുള്ള നമുക്ക് നമ്മളെ കുറിച്ച് അറിയാം. നമ്മളെ മക്കളെ കുറിച്ചോ? ഇങ്ങനെ എന്ത് ചവിട്ടായിരുന്നു അറിയാം പള്ളി കിടന്നിട്ട് എന്ന് പറയാറുണ്ട് ചില ഉമ്മമാർ. അന്ന് മുതലേ എനിക്ക് നിന്നെ അറിയാം. അപ്പോൾ നമ്മൾക്ക് നമ്മളെ അറിയാവുന്നതിനേക്കാൾ നേരത്തെ അറിയാം ആരെ? പടച്ചോൻ പ്രയോഗിച്ച ഉപമയും അതാണ്. അവർക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൂതൻ വരാനുണ്ട് എന്ന അറിവ് വേദം നൽകപ്പെട്ട അവർക്ക് ഏതുപോലെ അറിയാം? തശ്ബീഹ് അങ്ങനെയാ, കമാ യഅരിഫൂന അബ്നാഅഹും, മക്കളെ അറിയുന്നത് പോലെ
അറിയാമെന്ന് പറഞ്ഞിട്ട്. സ്വന്തത്തെ അറിയുന്നത് പോലെ അറിയാമെന്നല്ല, മക്കളെ അറിയുന്നത് പോലെ അറിയാമെന്നാ ഇവിടെ പടച്ചോൻ പറയുന്നത്. എൻ്റെ സമയം കഴിഞ്ഞു, ഞാൻ 2 മിനിറ്റ് എടുത്ത 2 പിന്നെ അവിടെ പടച്ചോൻ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങളെക്കുറിച്ച് പടച്ചവന് മനുഷ്യർ എന്നുള്ള നിലക്ക് ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ട മിനൽ അർദ്, പിന്നെ ഓരോരുത്തരെയും അറിയാം. അൻതും അജിന്നത്തുൻ ഫീ ബുതൂനി ഉമ്മഹാതിക്കും, നിങ്ങൾ മാതാക്കളുടെ ഗർഭപാത്രത്തിൽ ഗർഭസ്ഥ ശിശുക്കളായ അന്നു മുതൽ നിങ്ങളെ അറിയാം. അതുകൊണ്ട് ഫലാ തുസക്കു അൻഫുസക്കും, ഞങ്ങളൊക്കെ പരമ പരിശുദ്ധരാണെന്ന് നിങ്ങൾ വലിയ ഡയലോഗൊന്നും അടിക്കണ്ട. ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞാൽ പരമ പരിശുദ്ധമാണ്, അതിലൊരു തെറ്റിനും വേണ്ടിയുള്ള തോന്നൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയണ്ട. പക്ഷെ പടച്ചവൻ ഒരു കാര്യം കൂടി അറിയാം, ഹുവ അഅലമു ബിമനി തഖാ, അതായത് മനസ്സിൽ തെറ്റുകൾക്ക് വേണ്ടിയുള്ള തോന്നലുണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിച്ചു നിർത്തുന്നവരാരൊക്കെ എന്നതും ആർക്കറിയാം? പടച്ചവനറിയാം. അപ്പോ എന്താണ് തസ്കിയത്ത് എന്ന് ചോദിച്ചാൽ, ഒന്ന് മനസ്സിന്റെ തെറ്റിനു വേണ്ടിയുള്ള താല്പര്യങ്ങളെ നിയന്ത്രിച്ചു നിർത്തലാണ്. രണ്ടാമത്തത്, ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു പോയാൽ എന്താ ഉണ്ടാവുക? എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലിങ്ങനെ കറകളായിട്ട് വരും. ഈ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ മനസ്സെന്ത് ചെയ്യും? തുരുമ്പിടിക്കും. മറ്റൊന്ന് അതിൻ്റെ തസ്കിയത്ത് എന്ന് പറയുന്നത് അതാണ്, അത് ശുദ്ധീകരിക്കുക എന്നുള്ളത്. അത് ശുദ്ധീകരിക്കേണ്ടത് എങ്ങനെയാ? തൗബയിലൂടെ പശ്ചാത്താപത്തിലൂടെ അവസാനിപ്പിക്കുന്ന സമയത്ത് ഒറ്റ കാര്യം കൂടെ, ഖുർആൻ കേവലം പാരായണം ചെയ്തതുകൊണ്ട് എന്തില്ല, തസ്കിയത്ത് സാധ്യമാവൂല. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ എന്ത് ചെയ്തിട്ടാണ് സമൂഹത്തിൽ തസ്കിയത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. ഞാനൊരു പദം പരമാവധി അർത്ഥം പറയാൻ ശ്രമിക്കാതെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു. ശ്രദ്ധിക്കുന്നില്ല. തിലാവത്ത് നടത്തിയിട്ട്. എന്താ തിലാവത്ത് നടത്താൻ? പാരായണം ചെയ്യുക. വശംസി വദുഹാഹ വൽ ഖമരി ഇദാ തലാഹ. അർത്ഥം പറഞ്ഞേ. വശംസി, സൂര്യൻ തന്നെയാണ് സത്യം. വദുഹാഹ, അതിൻ്റെ പ്രഭയും അതിൻ്റെ ദുഹയും. വൽ ഖമരി, ചന്ദ്രൻ തന്നെയാണ് സത്യം. ഇദാ തലാഹ, ആ ചന്ദ്രൻ അതിനെ അഥവാ സൂര്യനെ തിലാവത്ത് നടത്തുമ്പോൾ. തിലാവത്ത് നടത്തുക, ചന്ദ്രൻ സൂര്യനെ ഓതുക, പിന്തുടരുക. എങ്ങനെ ഈ ചന്ദ്രൻ സൂര്യനെ പിന്തുടരുന്നത്? സൂര്യൻ പോകുന്നതിന്റെ ബാക്കിൽ ഇങ്ങനെ പോവാ? അങ്ങനെ പോകുന്നുണ്ടോ ചന്ദ്രൻ? എന്താ ചന്ദ്രൻ സൂര്യനെ എന്താണ്? തിലാവത്തുൽ ഖമരിൽ ശംസ് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് അതിൻ്റെ ശരി എന്ന് പറഞ്ഞാൽ, ചന്ദ്രനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു സാധനം കാണാൻ എന്ത് വേണം? അതിൽ നിന്ന് വെളിച്ചം നമ്മളുടെ കണ്ണിലേക്ക് എത്തണം. ചന്ദ്രനിൽ നിന്ന് വെളിച്ചം നമ്മളുടെ കണ്ണ് തട്ടിയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ചന്ദ്രനെ കാണുന്നത്, നക്ഷത്രങ്ങളെ കാണുന്നതൊക്കെ. ഈ ചന്ദ്രനിൽ നിന്ന് വെളിച്ചം വരാൻ ചന്ദ്രൻ കത്തുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ചന്ദ്രനിൽ നിന്ന് വെളിച്ചം നമ്മളുടെ അടുത്തേക്ക് എത്തുന്നത്? പല വസ്തുക്കളെയും നമ്മൾ കാണുന്നത് പോലെ സൂര്യൻ്റെ വെളിച്ചം അതിൽ തട്ടിയിട്ട് എന്ത് ചെയ്യാണ്? റിഫ്ലക്റ്റ് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നമ്മൾക്ക് വെളിച്ചം തരുന്നത് സ്വന്തം വെളിച്ചമല്ല, പിന്നെയോ സൂര്യനിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് ആ വെളിച്ചത്തെ എന്ത് ചെയ്യുന്നത്? വൽ ഖമരി ഇദാ തലാഹ. അപ്പോൾ അള്ളാഹുവിൻ്റെ ആയത്തുകളെ തിലാവത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ ആയത്തുകളെ നമ്മളിലേക്ക് എടുത്തേക്കണം. എന്നിട്ട് നമ്മളിൽ നിന്ന് എന്ത് ചെയ്യണം? പ്രകാശം. അപ്പൊ ഇതല്ല സുഖ. ഏതറിയാവോ? ഈ ഖുർആൻ ഇങ്ങനെ ഓതി കൊടുക്കാൻ. അതിൽ ഖുർആനിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. ശരിക്കും ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഖുർആൻ എന്ത് ചെയ്യണം? ഇവിടേക്ക് എടുത്തേക്കണം. എന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യണം? വെളിച്ചം പരക്കണം. ഇതാണ് തിലാവത്തുൽ ഖുർആൻ എന്ന് പറയുന്നത്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്കിയത്ത് ഉണ്ടാക്കിയത് ഇങ്ങനെയാ. വാന്ന് പറഞ്ഞിട്ടില്ല, പ്രസംഗിച്ചിട്ടല്ല. പിന്നെയോ
അള്ളാഹുവിന്റെ ആയത്തുകളെ തിലാവത്ത് നടത്തിയിട്ടാണ് തസ്കിയത്ത് ഉണ്ടാക്കിയത്. തസ്കിയത്ത് ഉണ്ടാക്കാനുള്ള വഴി എന്താന്ന് ചോദിച്ചാൽ തിലാവത്തു ആയാത്തില്ല എന്നുള്ളതാ. പറ്റുമോ? ഖുർആൻ ക്ലാസ് എടുക്കുക വേണമെങ്കിൽ ഇവിടെ കയറി നിന്നിട്ട് വേണമെങ്കിൽ അരമണിക്കൂർ പ്രസംഗിക്കാൻ കുഴപ്പമില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ആയത്തുകളെ തിലാവത്ത് നടത്തിയിട്ടാണ് എന്തുണ്ടാക്കേണ്ടത്? തസ്കിയത്ത് ഉണ്ടാക്കേണ്ടത്. അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ വാക്കേ ഉള്ളൂ. വിജയത്തിൻ്റെ വഴി എന്താന്ന് ചോദിച്ചാൽ ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഈ നഫ്സിനെ തസ്കിയത്ത് നടത്തുക എന്നുള്ളത്. അള്ളാഹു അതിനെ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.